ബഷീറിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കിയും ബാല്യകാല സഖിയുടെ 80-ാം വാർഷികം ആഘോഷിച്ചും സാഹിത്യപ്രേമികൾ ബേപ്പൂർ വൈലാലിൽ വീട്ടിൽ ഒത്തുചേർന്നു. ബേപ്പൂർ സുൽത്താന്റെ എഴുത്തും ജീവിതവും അറിയാൻ പുതുതലമുറയിലെ ആയിരക്കണക്കിന് കുട്ടികളാണ് ഇന്ന് വൈലാലിലേക്ക് ഒഴുകിയെത്തിയത്. ബഷീർ ഒരു സാമൂഹ്യ മനുഷ്യനാണെന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത MP അബ്ദുസമദ് സമദാനി പറഞ്ഞു. അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. കാണാൻ വരുന്നവരോട് അകൽച്ച കാണിക്കുന്ന എഴുത്തുകാർ സാർവലൗകിക പ്രതിഭാസമാണെന്നും അത്തരക്കാർ മലയാളത്തിലുമുണ്ടെന്ന് പറഞ്ഞ സമദാനി അവർക്കെല്ലാം അപവാദമാണ് ബഷീർ എന്നും വ്യക്തമാക്കി. ജനങ്ങൾക്കിടയിലേക്ക് ചാരുകസേര വലിച്ചിട്ട് പുറത്തിറങ്ങിയിരുന്ന മനുഷ്യത്വമുള്ള എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല, കണ്ടെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് 80-ാം വർഷത്തിലും ബാല്യകാല സഖി പ്രസക്തമാകുന്നതെന്നും സമദാനി വ്യക്തമാക്കി. ബഷീർ ഒരു സംസ്കാരമാണ്, ഒരു നാഗരികതയാണ്. നമ്മുടെ കാലിൻ്റെ അടിയിൽ നിന്ന് പലതും ഇങ്ങനെ ചോർന്നു പോകുന്ന ഒരു കാലത്താണ് ഇത്തവണ ബഷീറിനെ ഓർക്കുന്നത്. ആ ചോർന്നു പോകുന്ന സ്ഥാനങ്ങളിൽ നവീനമായൊരു മൂല്യ നിർദ്ധാരണം ബഷീറിലൂടെ സാധിക്കുമാറാകട്ടെ. എല്ലാ വർഷവും ഈ ഒത്തുകൂടുന്ന ഈ വ്യക്തികൾ അവരുടെ പാരസ്പര്യം അതും ബഷീറാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബഷീർ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ബഷീറിന്റെ കൃതികൾ ഇന്നത്തെ കുട്ടികളെ പരിചയപ്പെടുത്തുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാകണമെന്ന് വിശ്വസഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു. 300 വർഷം കഴിഞ്ഞാലും ബഷീറിന്റെ ഓർമ്മകൾ ജീവിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ 30-ാം വർഷം മാത്രമല്ല, 300 വർഷം കഴിഞ്ഞാലും നമ്മളുടെ ചരിത്രത്തിന്റെ ഭാഗമായി, സംസ്കാരത്തിന്റെ ഭാഗമായി, നമ്മുടെ അഭിമാനമായി വൈക്കം മുഹമ്മദ് ബഷീർ എന്ന പേരും അദ്ദേഹത്തിന്റെ സൃഷ്ടികളും ഈ സാംസ്കാരിക കേന്ദ്രം ഉണ്ടാവും. ഈ വീടൊരു സാംസ്കാരിക കേന്ദ്രമാണ്. ഇതിന് സമീപത്തുണ്ടാകാൻ പോകുന്നതും വലിയൊരു സാംസ്കാരിക കേന്ദ്രമാണ്. എല്ലാ ആശംസകളും നേരുന്നു. രവി DC അധ്യക്ഷനായ ചടങ്ങിൽ ബഷീറിന്റെ മക്കൾക്ക് പുറമെ കൊച്ചുമക്കളും പങ്കെടുത്തു. ബഷീറിനെ കുറിച്ചുള്ള ഓർമ്മകളുടെ സംവാദത്തിനും വൈലാലിൽ വീട് ഇന്ന് സാക്ഷിയായി. ബഷീർ എന്ന അക്ഷര വെളിച്ചം തലമുറകളായി ഇന്നും ജ്വലിച്ചു നിൽക്കുകയാണ്. മലയാളിയുടെ മനസ്സിൽ ഒരിക്കലും മായാതെ മറയാതെ ബഷീർ ജീവിക്കുകയാണ്. ബേപ്പൂർ വൈലാലിൽ വീട്ടിൽ നിന്നും ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.